ട്രെയിനിലെ കോച്ചുകളിൽ CCTV ക്യാമറകൾ ഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് റെയിൽവേ. ഓരോ കോച്ചിലും 4 ക്യാമറകൾ വീതമായിരിക്കും സ്ഥാപിക്കുക. യാത്രക്കാരുടെ സുരക്ഷയെ മുൻനിർത്തിയാണ് ഈ നടപടി. അർജുൻ പീതാംബരൻ നമുക്കിപ്പം ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, എന്തുകൊണ്ട് ഈ ഒരു നടപടിയിലേക്ക് റെയിൽവേ കടക്കാൻ വൈകി എന്ന് മാത്രമേ ചോദിക്കാറുള്ളൂ? എത്രയെത്ര അപകടങ്ങൾ, എത്രയെത്ര അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, TT-മാരെ മർദ്ദിക്കുന്ന സംഭവങ്ങൾ. അപ്പോഴൊക്കെ നമുക്ക് പലപ്പോഴും തെളിവുകൾ ഉണ്ടായിരുന്നില്ല. എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ ഒരു വഴി ഉണ്ടായിരുന്നില്ല. ഈ അപകടങ്ങളും ആക്രമണങ്ങളും ഒക്കെ ആവർത്തിച്ച് വരുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് ഇപ്പോൾ ഇത്തിരി വൈകിട്ടാണെങ്കിൽ പോലും കേന്ദ്രം അതുപോലെ റെയിൽവേ എല്ലാം തന്നെ കടക്കുന്നത്. 74,000 കോച്ചുകളിലും, അതായത് ഇന്ത്യയിലെ ആകമാനം എല്ലാ കോച്ചുകളിലും CCTV ക്യാമറകൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അനുമതി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് നൽകി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ അല്പനാൾ മുൻപ് വരെ ഇത്തരത്തിൽ ക്യാമറകൾ ചില കോച്ചുകളിൽ വെച്ചു പോന്നിരുന്നു. അത് വിജയകരമായി എന്നുള്ളൊരു വിലയിരുത്തലിനെ തുടർന്നാണ് എല്ലാ കോച്ചുകളിലേക്കും ഇത്തരത്തിൽ ക്യാമറകൾ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അനുമതി നൽകിയിരിക്കുന്നത്. ഓരോ കോച്ചിലും 4 ക്യാമറകൾ ഉണ്ടാകും. അതുപോലെ തന്നെ രാജ്യത്താകമാനമുള്ള 15,000 ലോക്കോമോട്ടീവുകളിൽ ക്യാമറകൾ ഘടിപ്പിക്കും. ഓരോ ലോക്കോമോട്ടീവുകളിലും 6 ക്യാമറകളായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കോച്ചുകളെ സംബന്ധിച്ച് 2 ഡോറുകളിലായി ഈ 2 ക്യാമറകളാണ് വെക്കാൻ പോകുന്നത്. മാത്രമല്ല അത് 100 കിലോമീറ്റർ വേഗതയിൽ ട്രെയിൻ ഓടുകയാണെങ്കിലും താരതമ്യേന വെളിച്ചം കുറവുള്ള ഘട്ടങ്ങളിലാണെങ്കിൽ പോലും നല്ല HD ആയിട്ടുള്ള ദൃശ്യങ്ങൾ തന്നെ പകർത്തി അത് ചിത്രീകരിച്ച് അത് പിന്നെ പരിശോധിക്കാൻ എടുക്കുമ്പോൾ ആ ഒരു മികച്ച ക്വാളിറ്റി നിലനിർത്തുന്ന ക്യാമറകൾ തന്നെയാണ്. 360 ഡിഗ്രിയിൽ ദൃശ്യങ്ങൾ പകർത്താൻ സാധിക്കുന്ന ഡോം പോലെ ഇരിക്കുന്ന ക്യാമറകളാണ് എന്തായാലും ഘടിപ്പിക്കാൻ പോകുന്നത്. മാത്രമല്ല ഈ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ എടുക്കുന്ന സമയത്ത് അതിന് AI-യുടെ സഹായം കൂടി എന്തായാലും തേടുമെന്നുള്ള കാര്യം കൂടിയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യ AI എന്നുള്ള സ്ഥാപനത്തിൻ്റെ സഹകരണത്തോട് കൂടിയായിരിക്കും ഈ ക്യാമറകളെല്ലാം ഘടിപ്പിക്കുന്നത്. അതായത് ഒരു ആക്രമണമോ അല്ലെങ്കിൽ എന്തെങ്കിലും മോഷണമോ മറ്റ് അപകടങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ആളുകളുടെ മുഖങ്ങളടക്കം കൃത്യമായി ട്രാക്ക് ചെയ്യാനും ആളുകളെ മനസ്സിലാക്കാൻ വേണ്ടി AI സാങ്കേതിക വിദ്യ കൂടി ഉപയോഗിക്കാൻ സാധിക്കുന്ന, അങ്ങനെ സാധ്യമാകുന്ന ക്യാമറകളാണ് ഈ ഘട്ടത്തിൽ ഘടിപ്പിക്കാൻ പോകുന്നത്. വൈകിയാണെങ്കിലും ഉചിതമായ ഒരു തീരുമാനം റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നതാണ്. അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്.